السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി വന്നുപോയ സകല ദോഷങ്ങൾക്കും അള്ളാഹു അഫ്വ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര വലിയ പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യങ്ങൾ വിളിച്ചു വരുത്താനും നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ കടന്നു വരാനും നമുക്ക് ഉപകരിക്കുന്ന 5 സൂറത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ ഈ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ട് പ്രയാസങ്ങൾ അറിയിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. രോഗങ്ങൾക്കെല്ലാം അള്ളാഹു ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും അള്ളാഹു ഓരോ മഹത്വങ്ങളാണ് നൽകിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നാമെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, നാമെല്ലാം ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നത് ഖുർആനിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള ചെറിയ സൂറത്തുകളാണ്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ തുടങ്ങുന്ന സമയത്തും ഖുർആനിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള ചെറിയ സൂറത്തുകളാണ് പ്രധാനമായും നമ്മൾ ഓതി വരാറുള്ളത്. ഈ സൂറത്തുകളെല്ലാം ചെറിയ സൂറത്തുകളാണെങ്കിലും അള്ളാഹു അതിന് നൽകിയ മഹത്വങ്ങൾ വളരെ വലുതാണ്. ആ മഹത്വങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത 5 സൂറത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ ഈ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിലൂടെ പറയാൻ പോകുന്ന ഈ 5 സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു നമുക്ക് പരിഹാരം കാണിച്ചു തരും. അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയിട്ടുള്ള 5 സൂറത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടത്. ഈ 5 സൂറത്തുകൾ നമ്മൾ ഓതുന്ന സമയത്ത് നമുക്കുള്ള രോഗങ്ങൾക്കെല്ലാം അള്ളാഹു നമുക്ക് ഷിഫായിനെ പ്രദാനം ചെയ്യും. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കടങ്ങൾ ബാധിച്ചുകൊണ്ട് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിലുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ സിഹർ കൊണ്ട്, അതുപോലെ കണ്ണേറ് കൊണ്ട് പൈശാചികപരമായ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. നമുക്കും അതുപോലെ തന്നെ നമ്മോട് ഉറ്റവർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, പലപ്പോഴും ഡോക്ടർമാർക്ക് വരെ മനസ്സിലാക്കാൻ കഴിയാത്ത, അവർക്ക് വരെ കണ്ടെത്താൻ സാധിക്കാത്ത പല രൂപത്തിലുള്ള, പല ഭാവത്തിലുള്ള പല അസുഖങ്ങളും പല പ്രയാസങ്ങളും നമ്മെ പിടിപെടുന്ന സമയത്ത് ഷിഫാ ഉൽ ഖുർആൻ കാരണമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ശ്വാസമുട്ട്, അതുപോലെ ശരീരത്തിൻ്റെ വേദന, നമുക്കില്ലാത്ത തളർച്ച, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇതുവരെ നമുക്ക് അനുഭവിക്കാത്ത ശരീരം തളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് ഷിഫാ നൽകും. അതുപോലെ തന്നെ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് ആവശ്യമായ സമ്പത്ത് അള്ളാഹു നമ്മളിലേക്ക് നൽകും. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അള്ളാഹു നമ്മളിലേക്ക് ഇറക്കിത്തരും. ഈ പ്രയാസങ്ങളിൽ നിന്നും, നമ്മൾ എല്ലാ ഇടങ്ങേറിൽ നിന്നും നമുക്ക് രക്ഷ നേടാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ലഭിക്കാനും നമ്മൾ ഓതേണ്ട 5 സൂറത്തുകൾ. ആദ്യമായി നമ്മൾ പാരായണം ചെയ്യേണ്ടത് പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി മുടങ്ങാതെ നമ്മൾ അത് പാരായണം ചെയ്യണം. ഇങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് സ്ഥിരമാക്കുന്നവൻ
നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത്, മാരകമായ വല്ല രോഗങ്ങളും പിടിപെടുന്ന സമയത്ത്, ഡോക്ടർമാർക്കോ അതല്ലെങ്കിൽ ചികിത്സ ചെയ്യുന്നവർക്കോ കണ്ടെത്താൻ സാധിക്കാത്ത അസുഖങ്ങൾ വരുമ്പോൾ, ആ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവന്റെ അടുത്തു പോയിക്കൊണ്ട് നമ്മൾ സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ രോഗത്തിന് അള്ളാഹു ഷിഫാ നൽകും. ഇത് ഇവന്റെ ജീവിതത്തിൽ പതിവാക്കിയത് കാരണമായി ആ സൂറത്ത് അവൻ പാരായണം ചെയ്തതിന്റെ ശേഷം അവൻ അള്ളാഹുവിലേക്ക് ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകും. അത് കാരണമായി അവന്റെ അസുഖത്തിന് അള്ളാഹു ഷിഫാവും പ്രദാനം ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ സൂറത്താണ് നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും, സുന്നത്ത് നിസ്കാരങ്ങളിൽ പലപ്പോഴും, പ്രധാനപ്പെട്ട പല സുന്നത്ത് നിസ്കാരങ്ങളിലും നമ്മളോട് ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ, കണ്ണേറുകൾ, അതുപോലെ മറ്റു വ്യക്തികളിൽ നിന്ന് നമുക്ക് ഏൽക്കുന്ന ശത്രുദോഷം, ഇങ്ങനെ തുടങ്ങി ശത്രുക്കളുടെ പ്രയാസങ്ങൾ കൊണ്ട്, ശത്രുക്കളാൽ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ആരാണ് ശത്രുക്കൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരിൽ ശത്രുക്കളുടെ ദോഷം കൊണ്ടുണ്ടാകുന്ന എല്ലാ ഷർറുകൾക്കും അള്ളാഹു ഒരു തടയിടുന്നതാണ്. അവർ ചെയ്യുന്ന എല്ലാ ഷർറുകളും അവർക്ക് തന്നെ അത് ഏൽക്കുകയും നമ്മളിലേക്ക് അത് വരാത്ത ഒരു സാഹചര്യം ലഭിക്കുകയും ചെയ്യും. ദുനിയാവിന്റെ കാര്യങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്ന സൂറത്ത്. ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുന്ന 3 സൂറത്തുകൾ, അതിൽ സൂറത്തുൽ ഇഖ്ലാസിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മുടെ പല മജ്ലിസുകളിലും നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വങ്ങൾ പറഞ്ഞതാണ്. നമുക്ക് സ്വർഗം ചോദിക്കാൻ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന്റെ ലിഖാ നമുക്ക് കാണാൻ, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ നമ്മളിലേക്ക് തുറക്കാൻ വേണ്ടി, സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. അതുപോലെ തന്നെ ശേഷം വരുന്ന 2 സൂറത്തുകൾ, മുഅവ്വിദത്തൈനി എന്ന് പേരുള്ള 2 സൂറത്തുകൾ, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഈ 2 സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശൈത്വാനിയായ ഷർറുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏൽക്കുകയില്ല. മാനസികമായ തളർച്ച നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏൽക്കുകയില്ല. സിഹർ പോലോത്ത, കണ്ണേറ് പോലോത്ത മാരകമായ വിപത്തുകളിൽ നിന്ന് നമുക്ക് അള്ളാഹു കാവല് നൽകും. പൈശാചികപരമായ ഉപദ്രവം കാരണം പ്രയാസപ്പെടുന്നവരെ, സിഹറേറ്റുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ, അതുപോലെ തന്നെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാത്തവര്, കുടുംബങ്ങളിൽ പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവര്, പല കുടുംബ തകർച്ചയുടെയും കാരണം ഈ സിഹർ പോലോത്ത, കണ്ണേറ് പോലോത്ത പൈശാചികപരമായ ഓരോ വിഷയങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് കാവല് ലഭിക്കാൻ നമ്മൾ പാരായണം ചെയ്യേണ്ട 2 സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. സകല പ്രയാസങ്ങളിൽ നിന്നും, ദുനിയവിയായ സകല ഷർറുകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവല് നൽകുമാറാകട്ടെ, നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.